ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അട്ടപ്പാടിന്ന് പോകുന്നില്ല കേട്ടോ. ഞാൻ ഓർക്കാണ് ഈ പല രാജ്യത്ത് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്നൊക്കെ ഓരോ സമയത്താണല്ലോ. അപ്പോൾ ഒരു കൊച്ചുങ്ങൾ കച്ചാ ഞാൻ നാളെ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ബ്ലെസ്സിങ്. കുഞ്ഞുങ്ങളെ, അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന സ്നേഹം കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മാറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഈ രീതിയിലുള്ളവർ, അതായത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, ഒരാളോട് മിണ്ടാൻ തോന്നുന്നില്ല, ചിരിക്കാൻ തോന്നുന്നില്ല, മനസ്സ് ടോട്ടലി അങ്ങ് ഡൗൺ ആയിപ്പോയി. അങ്ങനെയുള്ള അവസ്ഥകളിലുള്ളവർ ഈ ദിവസങ്ങളിൽ ഫോൺ വിളിച്ചവർ, സംസാരിച്ചവർ പലരും എൻ്റെ മനസ്സിലുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ നിയമം വെക്കുന്നവരല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കോ. ഭയങ്കരം ഒരു ഡെലിവറൻസ് കൊടുത്തു. നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് നമ്മൾ ഈ മുറുകെ പിടിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് എന്താണെന്നുള്ളൊരു ബോധ്യമുണ്ടോ, ഉറപ്പുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മർക്കോസ് 7:7, ഗോസ്പൽ സെന്റ് മാർക്ക് ചാപ്റ്റർ 7:7 അവർ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവർ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകളെ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ നാളുകളിൽ പല മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു ഭയങ്കരമായ ചില പ്രിൻസിപ്പിളുകൾ അങ്ങോട്ട് പറയുകയാണ്. ആ പ്രിൻസിപ്പിളുകൾ എന്ന് പറയുന്നത് ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചില കൽപ്പനകൾ, ഈ ലോകത്തിൻ്റെ ചില രീതികൾ, ഈ ലോകത്തിൻ്റെ ചില സംഗതികൾ അതിനെടുത്ത് വെച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു തലമുറ ഇപ്പം അങ്ങോട്ട് ജീവിച്ചു പോന്നു, എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് കൈമോശം വന്നു, പിന്നെ പുതിയ തലമുറ വേറൊരു ജീവിതം ജീവിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ രീതി എന്ന് പറഞ്ഞ് പല പ്രിൻസിപ്പിളുകൾ പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകം ഓർക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പ്രിൻസിപ്പിളൊക്കെ ഒരാളോട് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് നോക്കണം. അത് ദൈവവചനവുമായിട്ട് സമരസം ഒരേപോലെയാണ് പോകുന്നതെന്ന് നോക്കണം. വചനത്തിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ചെന്ന് ചാടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഏത് പ്രിൻസിപ്പിളും ഏത് കാര്യവും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് വചനവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്, സഭയുടെ പ്രബോധനമായിട്ട് ഈശോയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ കാരണം നമ്മൾ സംസാരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, നമ്മുടെ വായന, നമ്മുടെ പഠനം, നമ്മുടെ കേൾവി, ഇതൊക്കെ നമ്മുടെ പിയർ ഗ്രൂപ്പൊക്കെ അതിനകത്തു നിന്നൊക്കെ എല്ലാവരുടെയും അന്ന് പ്രിൻസിപ്പിള് ഇതാണ് കാര്യമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുക. അത് ബൈബിളുമായിട്ട് പോലെ ബന്ധമില്ലാത്ത സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എൻ്റെ സാധനം. നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ അത് വചനവുമായിട്ട് ബന്ധപ്പെട്ട അതിൽ മുറുകെ പിടിച്ച് പോകുന്നവരൊക്കെ ഇത്രയും പേര് തകർത്തപ്പോൾ നമ്മൾ ഈ മുറുകെ പിടിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് നോക്കണം. അത് അധ്യാപകരാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉച്ചത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ കർത്താവേ. ഒന്ന് ചിരിക്കാൻ പോലും പറ്റും, സംസാരിക്കാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതുപോലെ മനസ്സ് ഡെസ്പായവർ കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ മനസ്സിൽ നിന്ന് അങ്ങനത്തെ കെട്ടുകളിലെ യേശു നാമത്തിൽ വിട്ടുപോട്ടെ. ആനന്ദവും സമാധാനവും പ്രത്യാശയും കൃപയും നിറയട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവ് ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ശക്തമായിട്ട് നിങ്ങളിലേക്ക് ആവസിക്കട്ടെ. അനുദപിക്കേണ്ടവർക്ക് അനുദപിക്കാൻ കൃപ ലഭിക്കട്ടെ. മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്താൻ കൃപയും ധൈര്യവും ലഭിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.